ഫ്രണ്ട്സ്, വെൽക്കം ടു കിച്ചൂസ് PSC. ഇന്ന് നമ്മൾ വോയിസ് ഓഫ് SCRTയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ജീവശാസ്ത്രം എന്ന ഭാഗത്ത് വരുന്ന ഒരു ചാപ്റ്ററാണ്. രൂപത്തിനും ബലത്തിനും എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകൾ കാണാത്തവർ അതുകൂടെ കാണാൻ ശ്രമിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആന്തര അസ്ഥികൂടവും ബാഹ്യ അസ്ഥികൂടവുമുള്ള ജീവികളാണ് മുതല, ചീങ്കണ്ണി, ആമ. ആന്തര അസ്ഥികൂടവും ബാഹ്യ അസ്ഥികൂടവുമുള്ള ജീവികളാണ് മുതല, ചീങ്കണ്ണി, ആമ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ അഥവാ തുടയെല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ അഥവാ തുടയെല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാ? സ്റ്റേപ്പിസ്. ചെവിക്കുള്ളിൽ സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. എല്ലുകൾക്ക് ഉറപ്പ് നൽകുന്ന വസ്തുവാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. എല്ലുകൾക്ക് ഉറപ്പ് നൽകുന്ന വസ്തുവാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥിയാണ് കീഴ്ത്താടിയെല്ല്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥിയാണ് കീഴ്ത്താടിയെല്ല്. മൂക്ക്, ചെവി എന്നിവയിൽ കാണപ്പെടുന്ന മൃദുവായ അസ്ഥികളാണ് തരുണാസ്ഥികൾ. മൂക്ക്, ചെവി എന്നിവയിൽ കാണപ്പെടുന്ന മൃദുവായ അസ്ഥികളാണ് തരുണാസ്ഥികൾ. പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്നത് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥിസന്ധികളാണ്. പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്നത് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥിസന്ധികളാണ്. എത്ര അസ്ഥികൾ? ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം 300 എല്ലുകളുണ്ടാവും. പ്രായപൂർത്തിയാവുന്നതോടെ ഇതിൽ പലതും ഒന്നിച്ചു ചേർന്ന് 206 ആയി കുറയുന്നു. മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ താഴെ പറയുന്ന തോതിലാണ് ഉള്ളത്. എന്താണ്? ജനിക്കുന്ന സമയത്ത് അസ്ഥികളുടെ എണ്ണം എത്രയാ? 300. അഥവാ നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണമാണ് 300. എന്നാൽ അതൊരു പ്രായപൂർത്തിയാവുന്നതോടെ ഇതിലെ പല അസ്ഥികളും യോജിച്ച് ചേർന്ന് 206 ആയി കുറയുന്നു. അതായത് മുതിർന്ന ഒരാളുടെ ശരീരത്തിലെ എല്ലുകളുടെ എണ്ണം 206ഉം നവജാത ശിശുക്കളുടെ അസ്ഥികളുടെ എണ്ണം 300ഉമാണ്. തലയോട് 22. തലയോട്ടിൽ 22 അസ്ഥികളാണുള്ളത്. വാരിയെല്ലിൽ 24. വാരിയെല്ലിൽ 24. ഓരോ കാലിലും 30 വീതം. ഓരോ കൈയിലും 30. അരക്കെട്ട് 2 അസ്ഥികളാണുള്ളത്. അരക്കെട്ടിൽ 2 അസ്ഥികൾ. നട്ടെല്ലിൽ 33 കശേരുക്കൾ കൂടി ചേർന്നാണ് നട്ടെല്ല് അല്ലേ? നട്ടെല്ലിൽ 33. മാറെല്ല് 1. മാറെല്ലിൽ 1. അപ്പോൾ തലയോട് 22, വാരിയെല്ല് 24, ഓരോ കാലിലും 30, ഓരോ കൈയിലും 30, അരക്കെട്ട് 2, നട്ടെല്ല് 33, മാറെല്ല് 1. ഇതിൽ പൂർണ്ണമായിട്ടുമില്ല. ഇതൊരു 6ാം ക്ലാസ്സിലുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് കണ്ടൻറ്റ് വളരെ കുറവാണ്. ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇനി ഓരോ സന്ധികളെക്കുറിച്ച് പരിചയപ്പെടാം. ഗോളരസന്ധി. ഗോളരസന്ധി എവിടെയാണ് കാണപ്പെടുന്നത്? അത് തോളെല്ലിലാണ് കാണപ്പെടുന്നത് അല്ലേ? തോളെല്ല്, ഇടുപ്പെല്ലിലൊക്കെയാണ് ഗോളരസന്ധി കാണപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവയാണ് ഗോളരസന്ധി. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഓപ്ഷൻസ് ആയിട്ട് ഇങ്ങനെ വരാം. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള അസ്ഥി സന്ധി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോളരസന്ധിയാണ്. ഉദാഹരണമാണ് തോളെല്ല്, ഇടുപ്പെല്ല് അല്ലേ? ഇടുപ്പെല്ല്, തോളെല്ലൊക്കെ ഗോളരസന്ധിക്ക് ഉദാഹരണമാണ്. അടുത്തത് വിജാഗിരി സന്ധി. വിജാഗിരി സന്ധിക്ക് ഉദാഹരണമാണ് കൈമുട്ടിലെയും കാൽമുട്ടിലെയും ഒക്കെ സന്ധികൾ. വിജാഗിരി സന്ധിക്ക് എക്സാമ്പിളാണ് കൈമുട്ട്, കാൽമുട്ട്. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിക്കാൻ കഴിയുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി എന്നറിയപ്പെടുന്നത്. വിജാഗിരിയെ പോലെ ഒരു ഭാഗത്ത് മാത്രം ചലിക്കാൻ കഴിയുന്നത് കൊണ്ടാണിത് വിജാഗിരി സന്ധി എന്ന് അറിയപ്പെടുന്നത് അല്ലേ? എക്സാമ്പിൾ കൈമുട്ട്, കാൽമുട്ട്. അടുത്ത കീലസന്ധി. കീലസന്ധി എവിടെ കാണപ്പെടുന്നത്? കഴുത്തിലാണ്. തലയോടും നട്ടലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലമായ കഴുത്തിലാണ് കീലസന്ധി കാണപ്പെടുന്നത്. എന്താണ് പ്രത്യേകത? ഒരസ്ഥി മറ്റൊന്നിൽ ദിശകളിലേക്കും തിരിയുന്നു. ഒരസ്ഥി മറ്റൊന്നിൽ 2 ദിശകളിലേക്കും തിരിയുന്നു. ഇതാണ് കീലസന്ധിയുടെ പ്രത്യേകത. അപ്പം 3 തരം സന്ധികളാണ്: ഗോളരസന്ധി, വിജാഗിരി സന്ധി, കീലസന്ധി. ഗോളരസന്ധിക്ക് ഉദാഹരണമാണ് തോളെല്ല്, ഇടുപ്പെല്ല്. ഗോളരസന്ധിക്ക് ഉദാഹരണമാണ് തോളെല്ല്, ഇടുപ്പെല്ല്. വിജാഗിരി സന്ധിക്ക് ഉദാഹരണമാണ്
കൈമുട്ട്, കാൽമുട്ട്. കീലസന്ധിക്ക് ഉദാഹരണമാണ് കഴുത്ത്. കഴുത്തിൽ ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നു അല്ലേ? ഇതാണ് കീലസന്ധിയുടെ പ്രത്യേകത. ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്.